തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾ എങ്ങുമെത്താതെ പൊളിയുന്നു. നാളത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ തൃശൂർ പൂരം വിവാദമാക്കി മുതലെടുപ്പ് നടത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമം പാളി. യഥാസമയത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് സംഘപരിവാറിന് തിരിച്ചടിയായത്. ബി.ജെ.പി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെത്തുന്നത്. മഹിളാ സമ്മേളനത്തിന് മുന്നോടിയായി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയും അരങ്ങേറും. സുരേഷ് ഗോപിക്ക് വേണ്ടി സ്ത്രീ വോട്ടുകൾ ഉറപ്പിക്കുകയാണ് തൃശൂർ സമ്മേളന വേദിയാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യം. പുരുഷന്മാരായ ഒട്ടുമിക്ക നേതാക്കൾക്കും വേദിയിലും സദസ്സിലും ഇടമില്ലാത്ത സമ്മേളനത്തിൽ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കുന്നതും ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. തേക്കിൻകാട് മൈതാനിയിലെ സമ്മേളനത്തോടെ തൃശൂർ പൂരം പ്രതിസന്ധി വിവാദമാക്കാനും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനും ബി.ജെ.പി നേതാക്കളും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയെ പൂരപ്പറമ്പിലെത്തിച്ച് തൃശൂർ പൂരം വിവാദം കൊഴുപ്പിക്കാനുള്ള കേരളത്തിലെ ബി.ജെ.പി നേതാക്കളുടെ തന്ത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലോടെ പൊളിഞ്ഞു. പൂരം പ്രദർശന നഗരിയുടെ വാടക സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അംഗീകരിച്ചതോടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തൃശൂർ പൂരത്തിനായി പ്രധാനമന്ത്രിയെ കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെതായി ഗ്രാൻഡ് പ്രഖ്യാപനം നടത്തിക്കാൻ ബി.ജെ.പി നേതാക്കൾ ഇപ്പോഴും ശ്രമം നടത്തി വരുന്നുണ്ട്. അതിലൂടെയെങ്കിലും പൂരത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്താനാണ് നീക്കം. തങ്ങൾക്ക് ലഭിക്കാത്ത പരിഗണന സുരേഷ് ഗോപിക്ക് പാർട്ടിയിൽ ലഭിക്കുന്നതിൽ ഒരു വിഭാഗം ബി.ജെ.പി നേതാക്കൾക്കും വലിയ അതൃപ്തിയുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.